السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ചുറ്റുപാടിൻ്റെ ഇടയിൽ, തിരക്കിൻ്റെ ഇടയിൽ ഈ വോയിസ് കേൾക്കുന്ന ഒരുപാട് വീട്ടിലെ ഉമ്മമാരുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്, ഉപ്പമാരുണ്ട്, യുവാക്കളുണ്ട്, മക്കളുണ്ട്. എല്ലാവരോടും സ്നേഹത്താൽ പറയാനുള്ളത്, എന്തെങ്കിലും ഒരു നന്മ, എന്തെങ്കിലും ഒരു അറിവ് നമ്മുടെ ഖൽബിലങ്ങ് പതിഞ്ഞു പോയാൽ ഈ സംവിധാനം മുതലായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ഇഷ്ടമുള്ള പ്രഭാഷകന്മാരുടെ പ്രഭാഷണം ഒരു ബട്ടനമർത്തിയാൽ തൻ്റെ ബെഡിൽ കിടന്ന് കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ ടെക്നോളജികൾ വളർന്ന് പന്തലിച്ച ഈ കാലഘട്ടം ഒരുപാട് മജ്ലിസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പഴയകാലത്ത് നല്ല ആരോഗ്യത്തോടുകൂടെ വഅള് കേട്ട്, പ്രഭാഷണങ്ങൾ കേട്ട്, ദിക്റുകളിലും ദുആയിലൊക്കെ ഒലിക്കുന്ന കണ്ണുകളോടെ ആമീൻ പറഞ്ഞവർക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു ഭാഗം തളർന്നിട്ടാണെങ്കിലും നെഞ്ഞുവേദനയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വാർദ്ധക്യ രോഗങ്ങളാൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബത്തിലെ ഉമ്മമാർ, ഉപ്പമാർ, അവർ നേരം പുലർന്നാൽ ചോദിക്കുന്നത് ഇന്നാലിന്ന ആളുടെ പ്രഭാഷണം എന്നിട്ടുകൊണ്ടാ, അയാളുടെ ദുആ ഒന്ന് വെക്ക്, എന്നിട്ടെങ്കിലും ഒരു മനസ്സിന് സമാധാനം, എന്നിട്ടെങ്കിലും എൻ്റെ രോഗമൊന്ന് ശിഫയാവാൻ, എന്നിട്ടെങ്കിലും എൻ്റെ ഈ വേവനാദികൾക്ക് ഒരു സമാധാനമുണ്ടാവാൻ, മനസ്സിനൊരു കുളിർമയുണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്. തളർന്നുപോയി നടക്കാൻ കഴിയുന്നില്ല, മറ്റൊരാളുടെ സഹായത്താൽ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരുപാട് ഉമ്മമാർ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി സദസ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രവാസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി അവസാനം നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമളാൻ വഅള് കേട്ടിട്ടാണെങ്കിലും, ദിക്ർ ചൊല്ലിയിട്ടാണെങ്കിലും, നല്ല സൽക്രമങ്ങൾ ചെയ്തിട്ടാണെങ്കിലും റമളാൻ ഒന്ന് മുതലാക്കാനുള്ള ശ്രമത്തിലാണ് നാം ഒക്കെ ഉണ്ടാവേണ്ടത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ റൂഹ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അസ്രായീൽ പിടിച്ചു കൊണ്ടുപോകും. ഇതങ്ങ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, മോനെ, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നീ മൗത്തായി പോകും. കേട്ട് നിന്ന ആ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ,
ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എനിക്ക് സ്വർഗത്തിലെത്തണം, ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം, അതിനുള്ള അമലൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സക്കറാത്തിന്റെ ഒരു വേള, മരണം മുമ്പിൽ കാണുകയാണ്. ആരാണ് മരിക്കുമെന്ന് പറഞ്ഞത്? ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ സമയത്ത് അയാളുടെ ചോദ്യം, ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മൾ കേൾക്കേണ്ടതാണ്. ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഞാൻ എന്തു ചെയ്യണം? നിസ്കരിക്കണോ യാ റസൂലല്ലാഹ്? ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഞാൻ ദാനധർമ്മം ചെയ്യണോ യാ റസൂലല്ലാഹ്? ഞാൻ ഈ ഒരൊറ്റ മണിക്കൂർ ചെയ്തുകൊണ്ട്, ഈ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട അമലെന്താണ് യാ റസൂലല്ലാഹ്? ആരംഭപ്പൂവായ മുത്തുളി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇൽമുമായി ബന്ധപ്പെടാനാണ്, പ്രഭാഷണം കേൾക്കാൻ, ഇൽമു പഠിക്കാൻ, ഇൽമു പഠിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ, ഇൽമുമായി ബന്ധപ്പെടാൻ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏത് മജ്‌ലിസ് കേട്ടാലും, ആരുടെ മജ്‌ലിസ് കേട്ടാലും അതൊന്ന് കേട്ട് ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. വഅലിങ്ങനെ കേൾക്കുന്ന സമയത്ത് ദുനിയാവിന്റെ കഥകളും ഖബറിന്റെ അദാബുകളും നാളെ ആഖിറത്തിന്റെ ഭയാനകരമായ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് സദസ്സിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞു പോയത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വഅല് കേട്ടതുകൊണ്ടാണ്. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല വഅല് പറഞ്ഞപ്പോഴാണ് ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് ഇങ്ങനെ കടന്നു വന്നത്. ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ ഈമാൻ വർദ്ധിക്കും. ഈമാൻ എന്ന് പറയുന്നത് കുറഞ്ഞു കൂടിപ്പോകുന്ന സാധനങ്ങളാണ്. ചീത്തവരുടെ മുമ്പിൽ ഇരുന്നാൽ ഈമാൻ ഇങ്ങനെ ചുരുങ്ങി വരും. നല്ലവരുടെ സദസ്സിലാണോ അവന്റെ ഖൽബിൽ ഈമാൻ ഇങ്ങനെ വളർന്നു വരും. നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറക്കണം, എന്നാലേ അമലിന് ലദ്ദത്ത് ഉണ്ടാകുള്ളൂ, ഭംഗി ഉണ്ടാകുള്ളൂ, രുചി ഉണ്ടാകുള്ളൂ. ഉമ്മമാരെ, നമ്മളൊരു കടമയാക്കി നിസ്കാരത്തെ മാറ്റാൻ പാടില്ല, ഒരു കടമയായിട്ട് നോമ്പിനെ മാറ്റാൻ പാടില്ല. അറഫയിൽ വെച്ചുകൊണ്ട് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയി, പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ, നിങ്ങളാണ് നരകത്തിൽ കൂടുതൽ. എന്തുകൊണ്ടാണ് ആ പെണ്ണുങ്ങൾ നരകത്തിലാവാനുള്ള കാരണം? അവർ സ്വതക്ക ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല. നിസ്കരിക്കാത്തത് കൊണ്ടാണോ? നോമ്പ് നോൽക്കാത്തത് കൊണ്ടാണോ? കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കാത്തത് കൊണ്ടാണോ? ഞാനൊരു ഉമ്മായും കുറ്റം പറയുകയല്ല. ഉമ്മമാരെ, നമ്മുടെ അമൽ ശുദ്ധമാവണം. ആദ്യം നമ്മുടെ ഖൽബിൽ തഖ്വയുണ്ടാവണം. ഖൽബിൽ തഖ്വയാണ് നമുക്ക് വേണ്ടത്. ഒറ്റ സംഭവം പറയട്ടെ, ഒറ്റ ഉദാഹരണം പറയട്ടെ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതിയിൽ കലർന്നു പോയതാണ് പീരിയഡ്സ് ടൈം അഥവാ മെൻസസ് ടൈം. മാസത്തിൽ 6-7 ദിവസം ഉണ്ടാകും. മഗ്‌രിബിന്റെ മുമ്പെയാണ് ഒരു പെണ്ണിന് രക്തം നിന്നത്. എന്നാൽ ആ പെണ്ണ് എന്ത് ചെയ്യണം? കുളിച്ച് ളുഹുറും അസ്റും നിസ്കരിക്കണം. ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക? ആരാണിത് ശ്രദ്ധിക്കുക? ഒരു പെണ്ണിന്റെ മഗ്‌രിബിന്റെ സമയത്താണ് 5:30 മണി 6 മണിക്കാണ് പീരിയഡ്സ് അങ്ങ് അവസാനിച്ച് രക്തം നിന്നുപോയതെങ്കിൽ ആ പെണ്ണ് നിസ്കരിക്കേണ്ടത് അസ്ർ മാത്രമല്ല, ആ പെണ്ണ് ളുഹുറും നിസ്കരിക്കണം. ഇങ്ങനെ ചില ചെറിയ ചെറിയ അപാകതകളെ കൊണ്ട്
പടച്ച റബ്ബ് നമുക്ക് നരകം തരുമോ? ഉമ്മമാരെ, ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് വഅദ് നമ്മൾ കേൾക്കാൻ ഉഷാറാണ്, ദുആക്ക് പൊട്ടിക്കരഞ്ഞ് ആമീൻ പറയാനും ഉഷാറാണ്. വീട്ടിന്റെ വരാന്തയിൽ ഒരു പാവപ്പെട്ട സാധു വരുമ്പോ സഹായിക്കാനും നമ്മൾ ഉഷാറാണ്. ഇതുപോലെ വരുന്ന ചെറിയതായിട്ടുള്ള വിഷയങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് വലുതാണ്. അതങ്ങ് സൂക്ഷിച്ചുകൊണ്ട് ഖൽബ് നന്നായി പടച്ച റബ്ബിന്റെ അടുത്ത് എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ പറ്റിയ പത്താണ് രണ്ടാമത്തെ പത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഉമ്മമാരെ, നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, രക്ഷിതാക്കളെ, നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ ആഖിബത്ത് നന്നാവാനാണ്, ഖൽബ് വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ്. ആ ആത്മാവിനെ ശുദ്ധീകരിക്കണം, ആത്മാവിൽ തഖ്വ നിറക്കണം. നമ്മൾ ചിന്തിക്കുക ഈമാൻ നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ചെറിയ പരിശോധനകളുണ്ട്. നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ടോ എന്ന് ചിന്തിക്കാൻ പരിശോധനകളുണ്ട്. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം, ഈമാന്റെ അളവുകോൽ. ഈമാൻ നമ്മുടെ ശരീരത്തിലുണ്ടോ അത് പരിശോധിക്കാൻ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന അളവുണ്ട്. എന്താണ് അളവെന്നറിയോ? അത് സ്വഹാബത്തിനെ എങ്ങനെ നോക്കിയാൽ അറിയാം ഈമാൻ ഉണ്ടോ. സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ കരയും, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഅദ് ഇങ്ങനെ കേൾക്കുമ്പോൾ, ആ ഖബറിന്റെ കഥ ഇങ്ങനെ പറയുമ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ കണ്ണുനീരൊലിപ്പിക്കും. നരകത്തിന്റെ അദാബ് ഇങ്ങനെ പറയുമ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ കരയും. സദസ്സങ്ങ് മറന്ന്, പരിസരം മറന്ന് സ്വഹാബത്തങ്ങ് പൊട്ടിക്കരയുന്നു. അതാണ് ഈമാൻ. അല്ലാഹ് എന്നങ്ങ് പറഞ്ഞാൽ നമ്മളെ മനസ്സങ്ങ് പൊട്ടണം. ഒരു ഇബാദത്തിന് വേണ്ടി, ഒരു നിസ്കാരത്തിന് വേണ്ടി ഇരുന്നാൽ ആദ്യം ഈ പറയുന്നവനോടാണ് പറയുന്നത്. പിന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് കൂട്ടമായി ഒന്ന് പരിശ്രമിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മഹാനായ അലിയാർ തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയപ്പോൾ ഒരമ്പങ്ങ് വലിച്ചൂടി. അലിയാർ തങ്ങൾ അറിഞ്ഞില്ല. അതാണ് ഈമാൻ. അതിന്റെ പേരാണ് ഈമാൻ. എനിക്ക് വെള്ളം വേണ്ട. സക്കറാത്തിന്റെ ഹാലിൽ കടലിന്റെ വെള്ളം മുഴുവൻ കുടിക്കാൻ ദാഹമുള്ള സമയം, ആ സമയത്ത് വെള്ളമായിട്ട് വരുമ്പോൾ യുദ്ധഭൂമിയിൽ നിന്ന് രക്തങ്ങൾ ഇങ്ങനെ ഒഴുകി ശരീരങ്ങളാകെ ചിന്തിച്ചിതറിക്കെടുക്കുമ്പോൾ എനിക്ക് വെള്ളം വേണ്ട, എന്റെ സുഹൃത്തിന് വെള്ളം കൊടുക്കൂ. അതിന്റെ പേരാണ് ഈമാൻ. അത് ഖൽബിൽ ഈമാനുള്ളവർക്ക് അത് പറ്റൂ. ഖൽബിൽ ഈമാനുള്ളവർക്ക് അത് പറ്റൂ. ആരുമില്ല, വളരെ രഹസ്യ റൂമിലാണ്, ഒരു ടൂറിലാണ്, ഒരു യാത്രയിലാണ്, ആരും കാണാനില്ല. തന്റെ ഖൽബ് ഇച്ഛിക്കുന്ന രൂപത്തിൽ, ആശിക്കുന്ന രൂപത്തിൽ, അത്യാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഹറാം ഒരുങ്ങിയിട്ടുണ്ട്. ചങ്ങാതിമാരുണ്ട്, വട്ടമേശയിലാണ്. എന്നാൽ അവിടുന്ന് നോ എന്ന് പറയാനുള്ള മനസ്സുണ്ടോ? അതിന്റെ പേരാണ് ഈമാൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉമ്മമാരെ, കല്യാണത്തിന് വീട്ടിൽ കല്യാണ പന്തലൊരുങ്ങിയിട്ടുണ്ട്. ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്യുന്നുണ്ട്. തിരക്കാണ്, ആളുകൾ വരുന്നു, മന്ത്രിമാര് വരുന്നു, MLA-മാര് വരുന്നു, മെമ്പർമാര് വരുന്നു, കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മഹല്ല് നിവാസികൾ, ഉമറാക്കള്, പാട്ട്, ബെയ്ത്തുകൾ, ഒപ്പരകളൊക്കെ ഉണ്ട്.
ആ സമയത്ത് പുതിയ പെണ്ണ് നല്ല മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. 10,000, 20,000, 50,000, 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്തതാണ്. ആ പെണ്ണിന് ളുഹറില്ല, ആ പെണ്ണിന് അസറില്ല. ഉമ്മയും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഉപ്പയും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, കളറടിച്ചിട്ടുണ്ട്. അതെങ്ങാനും പോയാൽ, ആ കുട്ടിയെങ്ങാനും മുഖത്തിൽ നിന്ന് മങ്ങിപ്പോയാൽ പെണ്ണിന്റെ സൗന്ദര്യം കുറഞ്ഞു പോകും, പെണ്ണിന്റെ യഥാർത്ഥ മുഖം വെളിവാകും. ആ വീട്ടിൽ നിസ്കാരമില്ല, ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, സുബഹില്ല. എന്നാൽ തിരക്കിന്റെ ഇടയിൽ ആ വീട്ടുകാരെത്തിയെ കാണാനില്ല. ചോദിക്കുന്നു, ഫാത്തിമ എവിടെ, നബീസു എവിടെ, ഖദീജു എവിടെ? എല്ലാരും ഇങ്ങനെ തിരഞ്ഞു നടക്കുമ്പോഴതാ ഉളൂഹെടുത്തുകൊണ്ട് കല്യാണപ്പുരക്കാരെത്തി. കല്യാണത്തിന്റെ വീട്ടിൽ നിയന്ത്രിക്കേണ്ട ഉപ്പയും ഉമ്മയും ആ പുതിയെണ്ണു നിസ്കാരത്തിലാണ്. അതിന്റെ പേരാണ് ഈമാൻ. ഈമാനുള്ളവനിക്ക് കഴിയൂ. ആദ്യം ഉപ്പ ചോദിക്കേണ്ടത്, ഇന്ന് വീട്ടിലെ കല്യാണമല്ലേ, ഇന്ന് അടിപൊളി ദിവസമല്ലേ, ഇന്നെന്റെ കുട്ടി മാറ്റുന്ന ദിവസമല്ലേ, ഒരുങ്ങുന്ന ദിവസമല്ലേ? ആ 12:30, 12:45 പുതിയ എണ്ണിനെ വിളിച്ചു ചോദിക്കേണ്ടത്, മോളെ ളുഹർ നിസ്കരിച്ചോ? ഉപ്പയാണ് യഥാർത്ഥ ദീൻ. അവിടെയാണ് നമ്മുടെ ദീനുള്ളത്, അവിടെയാണ് ദീനുള്ളത്. വേഷവിധാനത്തിലല്ല ദീന്, കാട്ടിക്കൂട്ടലുകളിലല്ല ദീന്. ഒരുപാട് ധർമ്മം ചെയ്ത് സ്വതക്ക ചെയ്ത് ആളുകൾ അറിയാൻ, എല്ലാവരും മനസ്സിലാക്കാൻ, ആളുകൾ മൈക്ക കിട്ടിയിട്ട് പ്രശംസിക്കാനല്ല സ്വതക്ക ചെയ്യേണ്ടത്. ആരും അറിയാതെ ഒരു അനുഭാവി എന്നയിക്കോട്ടെ പേരിൽ എത്ര ചാക്ക് സിമന്റ് പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, മദ്രസക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, മാല കൊടുക്കുന്നുണ്ട്, സ്വർണം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്റെ പേര് പറയരുത് അനുഭാവി. അതിന്റെ പേരാണ് ഈമാൻ. പടച്ച റബ്ബിന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടണം, അല്ലാഹുവിന്റെ അടുത്തുനിന്ന് കൂലി കിട്ടണം. ആ ഒരു ചിന്തയിലൂടെ മനുഷ്യ മനസ്സുകൾ മാറ്റിയെടുത്താൽ അതിന്റെ പേരാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈമാൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഈമാൻ നമ്മുടെ ഖൽബിൽ അല്ലാഹു ഉറപ്പിക്കട്ടെ. അവരൊക്കെ മുൻകഴിഞ്ഞ ആളുകളൊക്കെ അങ്ങനെ ജീവിച്ചവരായിരുന്നു, ഉമറാക്കൾ. അവരാരും അറിയാതെ നിശബ്ദതയുടെ രാത്രിയിൽ, നല്ല തണുപ്പുള്ള രാത്രിയിൽ, ടോയ്ലറ്റിനുള്ളുകളിലില്ല, ടോയ്ലറ്റിന് പുറത്തു പോകണം. ആ പുറത്തു പോയിട്ട് തണുപ്പുള്ള രാത്രിയിൽ ഉളൂഹെടുത്ത് വന്ന് ചിമ്മിണി വെളുക്കും കത്തിച്ചിട്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ആ ചിമ്മിണി വിളക്കിന്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അവരിങ്ങനെ ദ്വാരക്കും, എല്ലാം പറഞ്ഞു ദ്വാരക്കും, എല്ലാം പറഞ്ഞു ദ്വാരക്കും. ആ ദ്വായിൽ ഈമാൻ ഉറച്ചു പോകും എന്റെ പ്രിയപ്പെട്ടവരെ. ആ സുബഹി വരെ പ്രതീക്ഷിച്ചു കൊണ്ടോതുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് വല്ലാത്ത ഈമാനാണ്. അങ്ങനെയുള്ള വല്യമ്മാനെ കൊണ്ടുവന്നിട്ടൊന്ന് കുറ്റിയടിപ്പിച്ച് ഒന്ന് കല്ലിട്ട് ആ വല്യമ്മൊന്ന് ദുആ ചെയ്താൽ അത് മതി നമ്മളെ വീട്ടിന്റെ ബർക്കത്ത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, അസ്ർ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ, തന്റെ തോട്ടമുണ്ടായിരുന്നു മദീന പള്ളിയുടെ പരിസരത്ത്. ആ തോട്ടത്തിലേക്കൊന്ന് നോക്കി ഒരല്പസമയം ഇരുന്നപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അസ്ർ ജമാഅത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനാ എന്റെ അസ്ർ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് അല്ലാഹുവിന്റെ മസ്ജിദ് നബവിയിലേക്ക് നേർച്ചയാക്കിയിരിക്കുന്നു. എനിക്ക് ആ സമ്പത്ത് വേണ്ട, എന്റെ അസ്ർ ജമാഅത്ത് മുടക്കിയ സമ്പത്താണ്.
ഞാൻ അതിലങ്ങ് ഷ്വലായി പോയാൽ എന്റെ മനസ്സ് സമ്പത്ത് എന്ന് പറയുന്ന ഒരു മൈൻഡ് കടന്നുകൂടും. അതുകൊണ്ട് എന്റെ ഈമാൻ ബാത്തിലായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബിൽ തഖ്വ വേണം. ഹറാമിനോട് നോ എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ ഖൽബിൽ തഖ്വ ഉറക്കണോ, നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറക്കണോ. ഈ ദിക്ർ ഒരാൾ ചൊല്ലിപ്പോയാൽ അയാൾ ഹറാമ് കാണുമ്പോൾ നോ എന്ന് പറയാൻ കഴിയും. ഹറാമിലേക്ക് അയാളെ ഖൽബ് പോകില്ല, തമ്മാടിത്തരത്തിലേക്ക് ഖൽബ് പോകില്ല. ഈ ദിക്ർ പറഞ്ഞത് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറക്കും, ദീൻ ഉറക്കും. നമ്മുടെ രക്തം ദീനായി മാറും, നമ്മുടെ മനസ്സ് ദീനായി മാറും, നമ്മുടെ തലച്ചോറ് ദീനായി മാറും. നമ്മുടെ ഖൽബിൽ തഖ്വയുണ്ടാകും, നമ്മുടെ ഹൃദയത്തിൽ തഖ്വയുണ്ടാകും. ഇത് ഞാൻ പറഞ്ഞ ദിക്റല്ല, ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ദുആർക്കും. എന്താ ദുആ എന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ് اللهم يا مقلب القلوب ثبت قلبي على دينك. ഒന്നെന്റെ കൂടെ അങ്ങനെ പറഞ്ഞു നോക്കൂ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. اللهم يا مقلب القلوب ثبت قلبي على دينك. على دينك എന്ന് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ ദുആർക്കും അല്ലാഹുവിന്റെ ഹബീബ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖൽബിൽ തഖ്വ ഉറക്കാൻ ഈ ദിക്ർ പതിവാക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈമാൻ നമ്മുടെ ഖൽബിൽ ഉറക്കാൻ നമ്മൾ പറഞ്ഞ ദിക്ർ ഒരു 10 പ്രാവശ്യം ചൊല്ലി ഖൽബിൽ തഖ്വയുണ്ടാവാൻ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ആ ദുആ ഒരു 10 പ്രാവശ്യം ചൊല്ലി 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആരക്കാം. اللهم يا مقلب القلوب ثبت قلبي على دينك. 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 ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഒരുപാട് ആളുകൾ
പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആ അല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല. എല്ലാം ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മനമൊരുക്കിയിട്ട് ദുആരക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. يا الله يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا رزاق يا الله يا فتاح يا الله يا باسط يا الله يا رافي يا الله يا ذا الجلال والإكرام يا الله يا ودود يا ودود يا ودود يا ودود يا ودود يا الله حسبنا الله حسبنا الله حسبي الله ونعم الوكيل نعم المولى ونعم النصير لا حول ولا قوة إلا بالله العلي العظيم. الله حاضري الله ناظري الله شاهدي الله معي. അർഹമുർറഹീമായ തമ്പുരാനെ ഞങ്ങളെ ദുആനെ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ദുആനെ സ്വീകരിക്കണം അല്ലാഹ്. അംബിയാക്കൾ ഔലിയാക്കൾ സലഫ് സ്വാലിഹീങ്ങൾ ആബിദീങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങൾ താബീകൾ മുസന്നിഫീങ്ങൾ മുഫസ്സിരീങ്ങൾ മുഅ്മിനുകൾ മുഅ്മിനാത്തുകളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. ഈമാനുള്ള ഖൽബാക്കണം അല്ലാഹ്. ഇഖ്ലാസുള്ള ഖൽബാക്കണം അല്ലാഹ്. തഖ്വയുള്ള ഖൽബാക്കണം അല്ലാഹ്. വറഉള്ള ഖൽബാക്കണം അല്ലാഹ്. ഈമാൻ ഉറക്കുന്ന ഖൽബാക്കണം അല്ലാഹ്. ഞങ്ങളെ സകനാത്ത് ഹറകാത്ത് അഫ്ആല് അഖ്വാലുകളിൽ അല്ലാഹുവിന്റെ കാവലേകണം അല്ലാഹ്. ബദരീങ്ങളെ കാവലേകണം അല്ലാഹ്. മഹാന്മാരുടെ കാവലേകണം അല്ലാഹ്. ഞങ്ങളെ കരങ്ങള് ഞങ്ങളുടെ സംസാരങ്ങള് ഞങ്ങളെ കണ്ണുകള് ഞങ്ങളുടെ നടത്തങ്ങള് ഞങ്ങളെ ആമാശയങ്ങള് ഞങ്ങളുടെ ശരീരങ്ങള് രക്തങ്ങള് നരമ്പുകൾ എല്ലുകൾ എല്ലാം അല്ലാഹുവിന്റെ തൃപ്തിയിലാക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന അമാലുകളെ ഖബൂലാക്കണം അല്ലാഹ്. വിശുദ്ധമായ റമദാനിന്റെ 12ാമത്തെ ദിവസമായ ഇന്ന് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ കരമുയർത്തുന്നു അല്ലാഹ്. നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണം അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ ഈമാൻ നൽകണം അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ തഖ്വ നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ദുനിയാവിലുള്ള മനുഷ്യന്മാരുടെ സ്നേഹം എല്ലാ സ്നേഹങ്ങളും ആദരവും ബഹുമാനവും പ്രശംസയും ഞങ്ങൾക്ക് കിട്ടി. അല്ലാഹു ഞങ്ങളെ വെറുത്തുപോയാൽ അതിനൊരു കാര്യം ഞങ്ങൾക്കില്ല റബ്ബേ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ ഖബൂലാക്കണം അല്ലാഹ്. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ ഇന്ന് കാണുന്ന വീടിനോട് കുടുംബത്തിനോട് വാഹനത്തിനോട് വഴിയോട് അയൽവക്കക്കാരോട് നാട്ടുകാരോട് ഉമ്മയോട് ഉപ്പയോട് ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് എല്ലാവരോടും സലാം പറഞ്ഞ് ഞങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വീട്ടിന്റെ ഉമ്മറത്ത് വെച്ച് ആറുകാലുള്ള മയ്യത്ത് കട്ടിലും ചുമന്നു പോകുമ്പോ പടച്ചവനെ ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന ജനാസയാക്കണം അല്ലാഹ്.
പടച്ചവനെ ഞങ്ങൾക്ക് ഖൈർ നൽകണം അല്ലാഹ്. വിശുദ്ധമായ റമളാൻ ഖൈറിൽ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ പെടുത്തണം അല്ലാഹ്. ഒരുപാട് മുറാദുണ്ട് അല്ലാഹ്. ഇരുകരങ്ങളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ആമീൻ പറയുന്ന എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ദുആക്ക് ആമീൻ പറയുന്ന ഒരുപാട് രക്ഷിതാക്കളും ഉമ്മമാരും മക്കളുണ്ട് അല്ലാഹ്. അവരെ നീ തളർത്തല്ലേ അല്ലാഹ്, കൊടുക്കല്ലേ അല്ലാഹ്, മാനം കെടുത്തല്ലേ അല്ലാഹ്, വഷളാക്കല്ലേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തും മനസ്സമാധാനവും നൽകണം അല്ലാഹ്. വീടില്ലാത്തവരുണ്ട് റബ്ബേ, വീട് നൽകണം അല്ലാഹ്. കടമുള്ളവരുണ്ട് അല്ലാഹ്, കടം തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം അല്ലാഹ്. പടച്ചവരെ കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്, ലായിക്കായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. സന്താന സൗഭാഗ്യം നൽകണം അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹ് ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന മക്കളുണ്ട് അല്ലാഹ്. പാടത്തും പറമ്പത്തും കളിച്ച് നടക്കുന്ന പ്രായമുള്ള മക്കൾ അല്ലാഹുവിന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് ഈ ആമ്പാറ്റകളെ പോലെ അടുത്തു വന്നവരാണ് അല്ലാഹ്. തലപ്പാവ് ധരിച്ച് പഴമയുടെ വേഷം ധരിച്ച് മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഉസ്താദുമാരെ ബഹുമാനിച്ച് ആദരിച്ച് കിതാബോധി പഠിക്കുന്ന മക്കളാണ് അല്ലാഹ്. ആ മക്കളെ സഹായിക്കുന്നവരുണ്ട്, പ്രവാസ ലോകത്തുണ്ട്, നാട്ടിലുണ്ട്, ഉമ്മമാരുണ്ട് അല്ലാഹ്. അയ്യായ മഹല്ല് നിവാസികളുണ്ട് അല്ലാഹ്. പടച്ചവനെ അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. ജീവിതത്തിൽ സുഖം നൽകണം അല്ലാഹ്. അവർക്ക് ജീനം കൊടുക്കുന്നവരുണ്ട് റബ്ബേ. സ്വർഗ്ഗത്തിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ അവരുടെ ബിസിനസ്സിൽ നീ ബർക്കത്ത് നൽകണം അല്ലാഹ്. നിഅമത്ത് നൽകണം അല്ലാഹ്. റാഹത്ത് നൽകണം അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്. പടച്ചവനെ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് ലക്ഷക്കണക്കിന് പണം പൊടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം ഒരാൾക്കും നൽകല്ലേ അല്ലാഹ്. കീറി മുറിക്കുന്ന ഓപ്പറേഷൻ നൽകല്ലേ അല്ലാഹ്. മുറാദ് ഒത്തിരി ഉണ്ട്, ഹസ്സുലാക്കണം അല്ലാഹ്. രോഗങ്ങൾ ഒത്തിരിയുണ്ട്, ശിഫാ നൽകണം അല്ലാഹ്. പടച്ചവനെ കണ്ണടക്കുന്നതിന്റെ മുമ്പ് കഅബ കാണാൻ വിധി കൂട്ടണം അല്ലാഹ്. പാപം പതിഞ്ഞ പാദം ത്വാഫിൽ നിർത്തി ഇരുകരങ്ങളും ആകാശത്തേക്കൊന്നുയർത്തിപ്പിടിച്ച് കണ്ണുനിറയെ കഅബ കണ്ട് ദുഃഖദോഷ ഭാണ്ഡ ഭാരക്കെട്ടുകൾ കഅബാലയത്തിന്റെ തിരുമുറ്റത്തിറക്കി വെച്ച് മിനയിലൊന്ന് താമസിച്ച് മുസ്ദലിഫയിലൊന്ന് രാപ്പാർത്ത് അറഫയിലൊന്ന് സംഗമിച്ച് ജംറകളൊന്ന് എറിഞ്ഞ് സന്തോഷത്തോടുകൂടെ ആരംഭ പൂവിന്റെ സാന്നിധ്യത്തിൽ ചെന്ന് സലാം പറഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മുത്തുനബിനെ മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. എൻ്റെ ദുആക്ക് ആമീൻ പറയുന്ന ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്. വീട്ടിൻ്റെ അകത്തളങ്ങളിലുണ്ട്, ഉമ്മമാരുണ്ട്, രക്ഷിതാക്കളുണ്ട് റബ്ബേ. ആഫിയത്ത് നൽകണം അല്ലാഹ്. ആരോഗ്യം നൽകണം അല്ലാഹ്. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. പടച്ചവനെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരി, സഹോദരന്മാര്, നാട്ടുകാര്, സഹായിച്ചവര്, പരിസര പ്രദേശത്തുള്ളവർ അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. അവരെ ഖബർ വെളിച്ചമാക്കണം അല്ലാഹ്. ഞങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഊരക്ക് മുണ്ടിട്ടുകൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെച്ച് തലയിൽ കെട്ടിയ കെട്ടഴിച്ച് കവിള് മണ്ണിനോടങ്ങ് ചേർത്ത് വെച്ച് 3 പിടി മണ്ണിട്ട് കുടുംബം അകലുമ്പോ വിശാലമായ പള്ളിപ്പറമ്പിൽ മീസാൻ കല്ലുക്ക് സാക്ഷിയായി എന്നേക്കുമായുള്ള യാത്ര ഒരുങ്ങി തയ്യാറായി കിടക്കുന്ന സമയം അല്ലാഹ് അവിടെ ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാഹ്. ആഖിറ വിജയം നൽകണം അല്ലാഹ്. നരകം ഹറാമാക്കണം അല്ലാഹ്. സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല റബ്ബേ. ഔദാര്യം കൊണ്ട് നൽകണം അല്ലാഹ്. ഔദാര്യം കൊണ്ട് നൽകണം അല്ലാഹ്. ലിഖാഇനെയും ആദരവായ മുത്തുനബിയുടെ തിരുക്കല്യാണവും കാണാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.